മലയാളി ഫ്രം ഇന്ത്യ. ഈ ഒരു മൂവിയുടെ പ്രൊമോ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി കംപ്ലീറ്റ്ലി ഒരു ഫൺ ആയിട്ടുള്ള ഒരു ഫുള്ളി കോമഡി പാക്കറ്റ് മൂവിയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ആൻഡ് റീസെന്റ് വന്ന ടീസർ ഉണ്ടപ്പോൾ മനസ്സിലായി ഓക്കെ അങ്ങനെയൊന്നും അല്ല, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എലമെന്റ് സംസാരിക്കുന്ന മൂവിയാണ്. പക്ഷേ സിനിമ കണ്ടു നോക്കിയപ്പോൾ സത്യം പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് വർക്കായില്ല. ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് മൂവി. കാരണം ഈ ഒരു മൂവിയുടെ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എവിടെയും സ്ട്രൈക്ക് ആവുന്നില്ല. കാരണം പല കാര്യങ്ങളും പല ട്രാക്കിൽ നിന്ന് പല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത് ഏതാണ് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ആദ്യം വിചാരിക്കും നമ്മൾ ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ രണ്ട് ക്യാരക്ടേഴ്സ്, ഒരു നാട്ടും പുറത്തുള്ള രണ്ട് ക്യാരക്ടേഴ്സ്, അവരുടെ അവിടെ ഉള്ള പൊളിറ്റിക്സും അവരുടെ ജാതി മതം അല്ലെങ്കിൽ ആ ഒരു വില്ലേജിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിക്കുന്നത്. പിന്നീട് അത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് ആ ഒരു രാജ്യസ്നേഹമാവും, പിന്നീട് വേറൊരു രാജ്യങ്ങളിൽ പോവും. ഇത് എന്താണ് ശരിക്കും ആ ഒരു രണ്ട് ക്യാരക്ടറിന്റെ മാത്രമായിട്ടുള്ള പൊളിറ്റിക്സ് ആണോ, അതോ രാജ്യത്തിന്റെ പൊളിറ്റിക്സ് ആണോ, അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യത്തിനെ റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് സിനിമയിൽ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു മൂവിയിൽ ചെറുതായിട്ട് റെഫർ ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു റെഫർ ചെയ്ത് പറയുന്ന കാര്യം കൊള്ളേണ്ടവർക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കൊള്ളും, അത് സത്യമാണ്. അത് നൈസായിട്ട് തന്നെ ഈ മൂവിയിൽ ആ ഒരു കാര്യം പ്രസന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് സിനിമയിലില്ല. എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എവിടെയും സ്ട്രൈക്ക് ആവത്തില്ല. അല്ലെങ്കിൽ ഒരു കാര്യത്തിനാണ് ആ ഒരു ഹോൾ മൂവിയിൽ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. ഇത് പല കാര്യങ്ങൾ പല സ്റ്റേജിൽ പല സിറ്റുവേഷൻസിൽ പല ഏരിയയിലേക്ക് നിന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് അധികം അങ്ങ് വർക്കായിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മൂവി എന്താണ് അല്ലെങ്കിൽ ഈ ഒരു മൂവി ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊന്നും ഒട്ടും മനസ്സിലായിട്ടില്ല. സിനിമ ഇപ്പം സംസാരിക്കുന്നുണ്ട്, പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്, ജാതി മതം സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എൻഗേജിങ് ഫീൽ ഉണ്ടല്ലോ, ഒരു എൻറ്റയർ മൂവി കണ്ടു തീർക്കുമ്പോൾ നമ്മൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് പുറത്തു വരുന്നത്, അതൊന്നും ഇവിടെയും കിട്ടിയിട്ടില്ല. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കോമഡി, ഭയങ്കര നൈസായിട്ട് കോമഡി ആണെങ്കിലും എനിക്ക് അങ്ങനെ അധികം എല്ലാ കോമഡീസും വർക്കായിട്ടില്ല. കുറച്ച് നല്ല രീതിയിലുള്ള നൈസ് കോമഡീസ് ഒക്കെ ഉണ്ടായിരുന്നു. നിവിൻ പോളിയുടെ എന്താ പറയാ ആ ഒരു സ്പേസ് പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയുടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കോമഡി സീക്വൻസും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ കിടിലോടെ ചെയ്യും. സോ അതൊക്കെ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ പൊളിറ്റിക്കലി കുറച്ച് കാലമായിട്ട് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ജാതി മതം അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതിനെ ഈ ഒരു മൂവിയിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സോട്ട് കണക്ട് ചെയ്ത് ആ ഒരു ഇൻസിഡന്റ് ഇവർ പോയി പെടുകയും അതായത് ഇവർ ആ ഒരു കാര്യം ജാതി മതം അല്ലെങ്കിൽ അതിനും പൊളിറ്റിക്സുമായിട്ട് മിക്സപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഒരു അപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ ചെയ്തു പോകുന്ന ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ഹാഫ് അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ ആ ഒരു കാര്യം റിലേറ്റ് ചെയ്തിട്ട് പിന്നെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ആ ഒരു ഫസ്റ്റ് ഹാഫ് കാണിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ ഒരു ചേഞ്ച് ആണ്. ആ ട്രാക്ക് നമ്മൾ കണ്ടതുപോലെ അല്ല. പിന്നെ ഒരു എന്താ പറയാ ആട് ജീവിതത്തിന്റെ ഒരു 144p എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം റിലേറ്റ് ചെയ്തിട്ട് പിന്നീട് അയാളുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ വേറൊരു ട്രാക്കിലൂടെ സംസാരിക്കുന്നതാണ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ വലിയ ബന്ധം കാണത്തില്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഫസ്റ്റ് ഹാഫ് കാണിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ സംസാരിക്കുന്നതും ആ ഒരു സെക്കൻഡ് ഹാഫിലെ കാര്യങ്ങളോട്ട് വലിയൊരു ബന്ധം കാണുമല്ലോ. ഓക്കെ അവിടെ നിന്ന് ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി നാട് വിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോവുകയാണ്. സോ ഈ പോകുന്ന ആൾ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ട്രാക്കുമായിട്ട് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അതായത് മൂവി ടോട്ടൽ എനിക്ക് എൻഗേജിങ് ഫീൽ എവിടെയും തന്നിട്ടില്ല. അത് സെക്കൻഡ് ഹാഫിൽ ആ ഒരു ലാസ്റ്റ് ഒരു 30 മിനിറ്റ് മാത്രം ആ ഒരു സീക്വൻസ് ഒക്കെ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, നൈസാണ്. പക്ഷെ സ്റ്റാർട്ടിങ് തൊട്ട് ആ ഒരു എൻഡ് വരെ എടുത്ത് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എവിടെയും സ്ട്രൈക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ എവിടെയും ഒരു എൻഗേജിങ് ഫീൽ തരാത്ത എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിപ്പം ജാതി ആയിരിക്കാം, അവർ പൊളിറ്റിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഒരു ഗ്രാമത്തിനെ കുറിച്ചായിരിക്കാം, ഒരു നാടിനെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ ഒരു രാജ്യത്തിനെ കുറിച്ചായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും പല സൈഡിൽ നിന്നൊക്കെ പറയാൻ ഒരുപാട് അത് ആ ഒരു പൊളിറ്റിക്സും ആ ഒരു ജാതി മതം അതൊക്കെ കണക്ട് ചെയ്ത് മിക്സ് ഒക്കെ ചെയ്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയും ഒരു പ്രോപ്പർ സ്ട്രൈക്ക്, അതായത് ഇപ്പം നമ്മൾ ജനഗണമന എന്ന് പറയുന്ന സിനിമ അതൊക്കെ വേറെ ലെവലാണ്. സോ അതുപോലത്തെ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഫീലോ അല്ലെങ്കിൽ എനിക്ക് ഒരു കിടിലം തിയേറ്റർ എക്സ്പീരിയൻസും പറയാനുള്ള രീതിക്കുള്ള സാധനം ഒന്നും തന്നെ ഇല്ല. ഒരുപാട് കോമഡീസും എനിക്ക് കണക്ട് ആയിട്ടില്ല. പിന്നീട് അതിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, ഒരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് ഒരു കോമഡി ട്രാക്കിലോട്ട് പോകും. പക്ഷെ മൂവി ഫുള്ളി കോമഡി ആണെന്ന് ചോദിച്ചാൽ അതുമല്ല. എന്നാൽ മൂവി ഫുള്ളി മറ്റേ ജനഗണമനയോ അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്സും ജാതി മതം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു പൊളിറ്റിക്കൽ ത്രില്ലാണെന്ന് വെച്ചാൽ അതുമല്ല. സോ മിക്സ് ഓഫ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോറിയുടെ പ്രസന്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്ലേയുടെ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സീക്വൻസ് ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത കാര്യം ഇതേ സീക്വൻസിനെ ഒരുമാതിരി കോമഡി ആയിട്ട് ഒരു എന്താ പറയാ നമ്മളിങ്ങനെ ചിരിച്ചു കളയുന്ന പോലെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. സോ ഇതാണ് ഈ മൂവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓവറോൾ എനിക്കൊരു 50% മാത്രമേ ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ, അല്ലാതെ ടോട്ടലി ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ മൂവി. സോ മൂവി ഓൾറെഡി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.